തന്നെ വാങ്ങിച്ചു തരാന്നുണ്ട് എന്നെ വണ്ടിക്ക്. ഇപ്പൊ തന്നെ വാങ്ങിച്ചു തരോ? ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈറ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാനും ഇക്കും കൂടിയിട്ടാണ് ഈ ഒരു ചാലഞ്ച് ചെയ്യാൻ പോണത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കൊറിയൻ സ്പൈസി നൂഡിൽസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ പർച്ചേസിങ്ങിന് പോയപ്പം ഈ ഒരു നൂഡിൽ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് വാങ്ങിച്ചിട്ട് നമുക്കൊരു ചാലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അതിൽ 4 പാക്കറ്റ്സ് ആണ് കണ്ടത്. ഫ്രൈഡ് ഓണിയൻസ് ഉണ്ട്, പിന്നെ ഒരു ഓയിലുണ്ട്, പിന്നെ ഇത് രണ്ടും ഭയങ്കര എരിവുള്ള പൗഡേഴ്സാണ് കേട്ടോ. ചില്ലി പൗഡേഴ്സാണ് രണ്ടും. പിന്നെ നമ്മളുടെ മെയിൻ ഈ ഒരു നൂഡിൽസിൻ്റെ മസാല പൗഡറും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച് ഒന്ന് തിളച്ച് വന്നപ്പം ഈ നൂഡിൽസ് അതിലേക്ക് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നൂഡിൽസൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ തിക്നെസ് കുറച്ച് കൂടുതലാണ് നോർമൽ നൂഡിൽസ് വെച്ച് നോക്കുമ്പം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കി ഓയിൽ ഒഴിച്ച് അതിൽ കൂടെ കിട്ടിയിട്ടുള്ള എല്ലാ പൗഡേഴ്സും ഫുള്ളായിട്ട് തന്നെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മസാല ഒക്കെ ഒന്ന് വഴന്ന് വന്നപ്പം അതിലേക്ക് നമ്മൾ നൂഡിൽസ് വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ നൂഡിൽസ് ഒക്കെ സെറ്റായി 2 പ്ലേറ്റിലും ഈക്വൽ ആയിട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് കളറാ നോക്കുന്നില്ലേ? ഡാർക്ക് കളർ, നല്ല എരിവുണ്ട്. വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്സ്. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ്. അതും വെറും നൂഡിൽസ് അല്ല, സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച്. ഇതില് ഓണിയനൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി സംഭവങ്ങളാണ്. ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ ഉണ്ട്. ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജയിച്ചവർക്ക് എന്താ തരാന്നും കൂടി പറയണട്ടാ. ജയിച്ചവർക്ക് ബാർ ഐസ്ക്രീം കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ കോൺഡാഡിറ്റ് ഐസ്ക്രീം നമുക്ക് അവിടെ പോയി വാങ്ങാം. എന്തെങ്കിലും കാശുണ്ടല്ലോ. ഞാനും വാങ്ങിച്ചു കൊടുക്കാം ഇക്ക ജയിച്ചാല്. അപ്പൊ നമ്മള് ചാലഞ്ച് സ്റ്റാർട്ട് ആക്കാൻ പോവാണ്. അപ്പൊ തുടങ്ങാല്ലേ? ഫസ്റ്റ് ആദ്യം കഴിച്ചു തീർക്കണമെന്നുണ്ടാ? ആദ്യം കഴിച്ചു തീർക്കണോര് ജയിക്കും. അങ്ങനെണ്ടാ? അതോ തീർത്താ മതിയാ? അങ്ങനെ മതിയാ എപ്പോഴായാലും. പക്ഷെ അതിലൊരു ഇതില്ലല്ലോ. ആദ്യം കഴിച്ചു തീർക്കാണെങ്കിൽ നീ തോൽക്കൂലേ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ചൂടുണ്ടെന്ന് പറഞ്ഞിട്ടാ. സ്റ്റാർട്ട്. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് അല്ലേ? എരിവുണ്ട്. എടുക്കണെന്താ? അൺസൈക്കബിൾ അല്ല, എന്നാലും എരിവൊക്കെ കൂടുതലിട്ടിട്ട് നമ്മള് കറിയൊക്കെ ഉണ്ടാക്കണം. കഴിഞ്ഞപ്പോഴാണ് എരിവ് കൂടുന്നത്. വെള്ളം കുടിച്ച എരിവ് കൂടും. കുറച്ചേരം വെയിറ്റ് ചെയ്തോ വെള്ളം കുടിക്കാണ്ട്.
ബിരിയാണി ശരിക്കും നാവൊക്കെ. നാവരിയുണ്ട്, ചുണ്ടൊക്കെ ഇരിക്കും. അപ്പൊ ഇന്നത്തെ സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ചില് എരിയാണ്, നാവൊക്കെ എരിയാണ്, ഫുൾ എരിയുണ്ട്. വിന്നർ ആയിരിക്കുന്നത് ഞങ്ങൾ രണ്ടാളും. നോ ഓൺലി സാജിദ്. ഞാനും കഴിച്ചിട്ടാ. നിങ്ങൾ കമന്റ് ചെയ്യും, ഞാൻ കഷ്ടപ്പെട്ടിട്ട് കഴിച്ചിട്ട് ഒരുമിച്ച് തന്നെ തീർപ്പിക്കണം. ആകെ ഒരു ഇങ്ങനെ 100 പോലെ 1 2 ലാസ്റ്റ് ചിരിച്ചാരണ്ട. ശരി എന്താ പറയാ, തിന്നുമ്പോ എനിക്ക് ഇവിടെ കാര്യം പക്ഷെ അതൊന്നും തുടക്കാനുള്ള ടൈമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും ജയിച്ചോണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഇക്ക് വാങ്ങിച്ചു തരണം. ഇക്കുന്റെ ഫേവറേറ്റ് ഞാനും വാങ്ങിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിക്കലാണ് അടുത്ത പരിപാടി. അപ്പൊ നമുക്ക് അതൊക്കെ ഇരുന്ന് കഴിക്കാം അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചാലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.